നിന്നെ കാണാൻ എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഉണ്ട്. അതുകൊണ്ട് നീ ഈ കളർ ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിരിക്കും. നീ അവള് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് വരണം ഞാൻ വിളിക്കുമ്പോൾ, നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഷോൾഡറിൽ കൈയിടുന്നത്, എന്നെ പിടിക്കുന്നത്, അതൊക്കെ എനിക്കൊരുമാതിരി ഗിൽറ്റി. എന്തുവാണ് ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല, ഫുള്ള് ആണ് കഥകൾ. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല ഗൈസ്. ഫസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കി നമുക്ക് ബാക്കി പറയാം. ഇപ്പൊ പുതുതായിട്ട് ഇന്നലെ ഒന്ന് ബാംഗ്ലൂരിലൊന്ന് ഇറങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജിനെതിരെ പരാതിയുമായി മലയാളി വിദ്യാർത്ഥി. തനിക്കെതിരെ ലൈംഗിക അതിക്രമം ശ്രമിച്ച കോളേജ് ചെയർമാനെ അറസ്റ്റ് ചെയ്യാൻ ബംഗളൂരു പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. വനിതാ പ്രിൻസിപ്പൽ മാനസികമായി പീഡിപ്പിച്ചതായും പെൺകുട്ടി വെളിപ്പെടുത്തി. അതേസമയം പരാതിയിൽ കോളേജ് അധികൃതരുടെ വിശദീകരണം തേടിയെങ്കിലും ലഭ്യമായില്ല. കോളേജ് ചെയർമാൻ മാത്രമല്ല, വനിതാ പ്രിൻസിപ്പൾ വരെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. എന്താ ഇനി നമുക്ക് ആ പെൺകുട്ടിയുടെ മൊഴി ഒന്ന് കേട്ട് നോക്കാം. നിന്നെ കാണാൻ എൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഉണ്ട്. അതുകൊണ്ട് നീ ഈ കളർ ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിരിക്കും. നീ അവള് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. നീ ഇടയ്ക്കിടയ്ക്ക് ക്യാബിനിലേക്ക് വരണം ഞാൻ വിളിക്കുമ്പോൾ, നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ഷോൾഡറിൽ കൈയിടുന്നത്, എന്നെ പിടിക്കുന്നത്, അതൊക്കെ എനിക്കൊരുമാതിരി ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് ഇവിടെ അനുഭവം ഉണ്ടാകുന്നത്, ഞാൻ വേറെ ആരുടെ അടുത്താ പോയി പറയാന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അവിടെ പരാതി തന്നെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് FIR ഇട്ടില്ല അവർ. കാരണം ചെയർമാൻ സാറിനെ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള ഒരു റീസണിൽ ഇതിങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ കാലത്തോട്ട് രാത്രി 9-10 മണി വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ 3 ദിവസം അടുപ്പിച്ച് അങ്ങനെ ഇരുന്നിട്ടാണ് അവർ FIR തന്നെ ഇടുന്നത്. ഇവനെന്ത് ഊളയടാ, അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഇരിക്കുന്നു, ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവളെ പോലെ ഇരിക്കുന്നുണ്ട്. നിന്നെ കാണാൻ എന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ ഉണ്ട്, നീ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവളെ പോലെ തന്നെയാണ്, നീ ചെയ്യുന്നത് അവൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്, ഷോൾഡറിൽ കൈയിടുന്നു, നീ ഇടയ്ക്കിടയ്ക്ക് എന്റെ ക്യാബിനിൽ വരണം, നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം, പിന്നെ ഇവൻ പിടിക്കുന്നു, എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെ അപരാധങ്ങളാണ് ചെയ്യുന്നത്. ഇവനൊക്കെ ഉണ്ടല്ലോ സൂന പിടിച്ചിരിക്കണം. കേരള പോലീസ് ഇതിന് ശക്തമായിട്ട് നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തുവാണ് FIR ഇട്ടിട്ടും വേണ്ടുന്ന നടപടി കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നാണ് പറയുന്നത്. ഇതിനകത്ത് കേരള പോലീസ് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനത്തിന് ഇരയാക്കുന്നു, പീഡിപ്പിക്കുന്നു, ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം തന്നെ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചെയർമാൻ, ആ ഫസ്റ്റ് അവന്റെ ചെയർമാൻ സ്ഥാനം അവിടുന്ന് തട്ടിത്തെറിപ്പിക്കണം. എന്നിട്ട് ഇവനൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. മാത്രമല്ല ഈ കോളേജിലെ പ്രിൻസിപ്പളും അതിനകത്ത് എന്താണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ചെയർമാൻ സപ്പോർട്ടായിട്ട് പ്രിൻസിപ്പൾ. ഈ കോളേജ് ഏതാണെന്നുണ്ടെങ്കിൽ കോളേജ് നിങ്ങൾ ഏത് കോളേജിലാണ് നഴ്സിംഗ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തണം. എന്നിട്ട് അങ്ങോട്ട് ഒരു കുട്ടികളും കേരളത്തിൽ നിന്ന് ഒരാളും അഡ്മിഷൻ എടുക്കാൻ പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അത്തരത്തിലുള്ള കോളേജിലൊക്കെ പഠിക്കുന്നത്? വേറെ എത്ര നല്ല കോളേജിൽ അവിടെ പോയി പഠിച്ചു. ഇങ്ങനത്തെ ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ ആരും അഡ്മിഷൻ എടുക്കരുത്. എന്തൊക്കെ തെണ്ടിത്തരങ്ങളല്ലേ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള മിസ്ബിഹേവിയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ നേരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത് ഗൈസ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു വട്ടം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മതി. പിന്നെ ഒരിക്കലും ഇവർ ഇത്തരത്തിലുള്ള ബിഹേവിയർ സ്ത്രീകളെടുത്ത് കാണിക്കില്ല. നമ്മുടെ ഭാര്യക്കോ നമ്മുടെ സഹോദരിക്കോ നമ്മുടെ അമ്മമാർക്കോ ഒക്കെയാണ് ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരുടെയും വീട്ടിൽ സ്ത്രീകളുണ്ട്. സ്ത്രീകളോട് ഇങ്ങനെ അപമര്യാദയായി പെരുമാറുന്ന ആൾക്കാർ എന്താ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എന്തായാലും ഗവൺമെന്റ് ഇടപെട്ടേ മതിയാവും. കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള എന്താ പറയുക ഹെൽപ്ലെസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ പറയുന്നത് കേട്ടോ, പരാതി കൊടുത്തിട്ടും അവർക്ക് വേണ്ടുന്ന നടപടി എടുത്തില്ല. FIR ഇട്ടിട്ടും വലിയ കാര്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഈ വിദ്യാർത്ഥികൾക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അവസ്ഥ ആലോചിച്ചു, അവരുടെ ഒരു മാനസികാവസ്ഥ, അവർക്ക് സ്വസ്ഥമായിട്ട് ശരിക്ക് അവിടെ പഠിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മുടെ സ്വന്തം സഹോദരി മക്കളെ പോലെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും.